ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചു. ജനങ്ങളുമായി നേതാക്കന്മാർക്കുണ്ടായിരുന്ന വൈകാരിക ബന്ധം നശിപ്പിച്ചു കളഞ്ഞു. പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി വന്നു. പാർട്ടി എന്നാൽ ഒറ്റ വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു. LDFന് സംഭവിച്ചത് ഇതാണ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഇനി പ്രതിപക്ഷ നിരയിലേക്ക് എത്തുന്ന LDFന് ചെയ്യാൻ പലതുമുണ്ട് എന്ന കാര്യമാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതിനു മുൻപ് ആ പ്രതിപക്ഷ നിരയെ നയിക്കാൻ നമുക്കൊരു വ്യക്തി വേണം. വീണ്ടും പിണറായി ആ റോളിലേക്ക് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം ആരായിരിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യം. കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ഭരണമാറ്റം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മപരിശോധനയുടെ കാലഘട്ടത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഭരണപക്ഷത്ത് നിന്ന് പ്രതിപക്ഷ നിരയിലേക്ക് മാറുമ്പോൾ അവിടെ പാർട്ടിയെ ആര് നയിക്കുമെന്നത് കേവലം ഒരു പദവി എന്നതിലുപരി പാർട്ടിയുടെ നിലനിൽപ്പിന്റെയും തിരിച്ചുവരവിന്റെയും കൂടി പ്രധാന പ്രശ്നമാണ്. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ ഇമേജിൽ നിന്ന് മാറി പുതിയ നേതൃത്വത്തെ കണ്ടെത്തുക എന്നത് CPM-ന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെ. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് എന്ന റോളിലേക്ക് മാറാൻ പിണറായി വിജയൻ തയ്യാറാകുമോ, അതോ പുതിയൊരു നിരയ്ക്ക് വഴിമാറി കൊടുക്കുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ പ്രധാനമായും ഉയരുന്ന അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ KN ബാലഗോപാലിന്റെ പേര് ഉയർന്നു വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. സഭയ്ക്കകത്തെ അദ്ദേഹത്തിന്റെ പക്വമായ പെരുമാറ്റവും സങ്കീർണമായ വിഷയങ്ങളിൽ ലളിതമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ്. ധനമന്ത്രി എന്ന നിലയിൽ ഭരണപക്ഷത്തിരുന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ യുക്തിഭദ്രമായി നേരിട്ട ചരിത്രം അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. പിണറായി വിജയനും KN ബാലഗോപാലും മാത്രം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി സഭയിലെത്തുമ്പോൾ രാഷ്ട്രീയമായ മുൻഗണനകൾ ബാലഗോപാലിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും ഏറെയാണ്. എങ്കിലും CPM-നെ സംബന്ധിച്ച് ഇതൊരു അധികാര കൈമാറ്റം മാത്രമല്ല, മറിച്ച് ഒരു ശൈലി മാറ്റം കൂടിയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയിൽ നിലനിന്നിരുന്ന വ്യക്തി കേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ അണികൾക്കിടയിൽ ഉണ്ടാക്കിയ അതൃപ്തി വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന വിലയിരുത്തലുകൾ ശക്തവുമാണ്. അതിനാൽ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പാർട്ടിയെ പഴയ ജനകീയ അടിത്തറയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് പുതിയ നേതാവിന് കാത്തിരിക്കുന്നത്. അതായത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ആദ്യം തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടത്. സഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിനോടൊപ്പം തന്നെ തെരുവുകളിൽ ജനകീയ വികാരം ഉണർത്താൻ കഴിയുന്ന ഒരു നേതൃത്വത്തെ വരും ദിവസങ്ങളിൽ കേരളം കാണേണ്ടതുണ്ട്. KN ബാലഗോപാലിനെ പോലൊരു നേതാവ് മുന്നിൽ വരുമ്പോൾ അത് പാർട്ടിയുടെ ജനാധിപത്യപരമായ മുഖം വീണ്ടെടുക്കാനുള്ള ശ്രമമായിട്ട് തന്നെ കരുതണം. വരും ദിവസങ്ങളിലെ പാർട്ടി കമ്മിറ്റികളാകും ഈ നിർണായക തീരുമാനത്തിന് അന്തിമ രൂപം നൽകുക എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരളക്കരയിൽ ആഞ്ഞടിച്ച UDF തരംഗത്തിലും കൊട്ടാരക്കരയിൽ തന്റേതായ ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നത് KN ബാലഗോപാലിലെ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കരുത്താണ് തെളിയിക്കുന്നത്. മന്ത്രിസഭയിലെ പല കരുത്തരും അടിപതറി വീണുപോയപ്പോൾ പിണറായി വിജയനൊപ്പം സഭയിലെത്തുന്ന ഏക കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഇരട്ടിച്ചിരിക്കുക തന്നെയാണ്. രാജ്യസഭയിലെ മികച്ച പ്രകടനം വഴി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തിന് പാർലമെന്ററി കാര്യങ്ങളിലുള്ള അറിവും നിയമസഭയിലെ സാമ്പത്തിക ഭരണ വിഷയങ്ങളിൽ പുലർത്തുന്ന സൂക്ഷ്മതയും പ്രതിപക്ഷ നേതാവ് എന്ന കഠിനമായ ദൗത്യം ഏറ്റെടുക്കാനുള്ള കരുത്ത് തന്നെയാണ് പകരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയത്തിന് ശേഷമുള്ള പുനഃസംഘടന അതീവ ജാഗ്രത വേണ്ട ഒരു വിഷയം തന്നെയാണ്. KK ശൈലജയെ പോലുള്ള ജനപ്രിയ നേതാക്കൾ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടത് പാർട്ടിയുടെ മുൻനിരയിലെ വിടവ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ വിവേകപൂർണമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ബാലഗോപാലിനെ പോലൊരു നേതാവ് പ്രതിപക്ഷത്തെ നയിക്കുന്നത് പാർട്ടിയുടെ ഇമേജ് വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. ആക്രോശങ്ങളെക്കാൾ വസ്തുതാപരമായ വിമർശനങ്ങൾക്ക് മുൻഗണന നൽകുന്ന അദ്ദേഹത്തിന്റെ ശൈലി പുതിയ UDF സർക്കാരിനെ ക്രിയാത്മകമായി നേരിടാൻ പ്രതിപക്ഷത്തിന് കരുത്തു നൽകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. പിണറായി വിജയൻ എന്ന ബിംബത്തിനപ്പുറം പാർട്ടിയിൽ ഒരു കൂട്ടായ നേതൃത്വവും ജനകീയ മുഖവും ആവശ്യമാണെന്ന അണികളുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യത്തിന് ബാലഗോപാൽ ഒരു മറുപടി അയക്കാം. നിയമസഭയ്ക്കകത്ത് സർക്കാരിനെ തിരുത്തിക്കുന്ന പോരാളിയായും പുറത്ത് അണികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന മികച്ച നേതാവായും അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടതായി വരും ദിവസങ്ങളിൽ CPM സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ കൈക്കൊള്ളുന്ന തീരുമാനം കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. ബാലഗോപാലിന്റെ ഈ ഉയർച്ച കേവലം ഒരു പദവിയിലേക്കുള്ള മാറ്റം മാത്രമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് CPM കേരളത്തിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയമായ ഒരു ശസ്ത്രക്രിയയുടെ തുടക്കം കൂടിയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുക. ഒരുപാട് കാര്യങ്ങൾ അവർക്കിനി ചെയ്യാനുണ്ട്. സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാനെ പോലുള്ള കരുത്തരായ നേതാക്കൾ സഭയിലുണ്ട് എങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിന് അനിവാര്യമായ നയതന്ത്രജ്ഞതയും എല്ലാവരെയും ഏകോപിപ്പിക്കാനുള്ള കഴിവും KN ബാലഗോപാലിനെ മുൻനിരയിൽ എത്തിക്കുന്നുണ്ട്.
കടുത്ത രാഷ്ട്രീയ കാറ്റിലും സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിൽ അടിത്തറ ഇളകാതെ കാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ജനകീയ സ്വീകാര്യതയുടെ തെളിവ് തന്നെയാണ്. പിണറായി വിജയൻ എന്ന നേതൃരൂപത്തോട് പൂർണ്ണമായും വിധേയപ്പെടാതെ തന്നെ സ്വന്തം വ്യക്തിത്വവും രാഷ്ട്രീയ നിലപാടുകളും ഉയർത്തിപ്പിടിക്കാൻ ബാലഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ അദ്ദേഹത്തിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകവുമാണ്. വിവാദങ്ങളെക്കാൾ കൂടുതൽ വിഷയങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ രീതി സഭയ്ക്കകത്ത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ഏറെ സഹായിക്കുകയും ചെയ്യും. മന്ത്രിസഭയിലെ പ്രമുഖർ കൂട്ടത്തോടെ പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കാൻ രാഷ്ട്രീയ പക്വതയുള്ള ഒരാളെ കണ്ടെത്തുക എന്നത് CPM-ന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകവുമാണ്. പിണറായിസത്തിന്റെ തീവ്രതയിൽ നിന്ന് മാറി കുറച്ചുകൂടി പ്രായോഗികവും മിതവാദപരവുമായ ഒരു ശൈലി പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ മുഖം KN ബാലഗോപാൽ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സജി ചെറിയാനെ പോലെയുള്ള നേതാക്കൾ സഭയിൽ ആക്രമണാത്മകമായ ശൈലി സ്വീകരിക്കുമ്പോൾ ഭരണപക്ഷത്തെ യുക്തിസഹമായി നേരിടാനും മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഒപ്പം നിർത്താനും ബാലഗോപാലിന്റെ നയതന്ത്ര സമീപനം തുണയാകും. അതുകൊണ്ട് തന്നെ കേവലം ഒരു നേതാവിനെ കണ്ടെത്തുക എന്നതിലുപരി വരും വർഷങ്ങളിൽ കേരളത്തിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ ബാലഗോപാലിനെ മുൻനിർത്തിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം CPM ഏറെ ഗൗരവമായിട്ട് പരിഗണിച്ചേക്കാം. ഒരു മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന CPM-ന് ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ച ബാലഗോപാലിന്റെ വിജയം ഒരു മാതൃക കൂടിയാണ് എന്ന വസ്തുത കൂടി നമ്മളിവിടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലം CPM-നെ സംബന്ധിച്ച് വലിയൊരു അപായ സൂചനയാണ് നൽകിയത് എന്ന കാര്യമാണ്. പരാജയത്തിന്റെ ആഴം കേവലം സീറ്റുകളുടെ എണ്ണത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് പാർട്ടി നേതൃത്വവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CPM-ന്റെ കോട്ടകളായി അറിയപ്പെട്ടിരുന്ന മണ്ഡലങ്ങളിൽ പോലും വൻതോതിൽ വോട്ടുകൾ ചോർന്നത് ഗൗരവകരമായ സാഹചര്യം തന്നെയാണ് അവർക്ക് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. താഴെത്തട്ടിൽ അണികൾക്കിടയിൽ രൂപപ്പെട്ട അതൃപ്തിയും ഭരണ സംവിധാനത്തിലെ പോരായ്മകളും ജനവിധിയിൽ വ്യക്തമായിട്ട് പ്രതിഫലിച്ചിട്ടുമുണ്ട്. കേന്ദ്ര നേതൃത്വം ഈ ഫലത്തെ വിലയിരുത്തുമ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്ന അധികാര ശൈലിയും അതിനെതിരെയുള്ള ജനവികാരവും ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട്. തിരുത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. അത് നമ്മുടെ കേരളത്തിന്റെ ആവശ്യം കൂടിയാണ്. എന്തായാലും അണികൾക്കിടയിൽ ഉണ്ടായ അമർഷം കേവലം ഭരണവിരുദ്ധ തരംഗം മാത്രമൊന്നുമല്ല, മറിച്ച് പാർട്ടിയുടെ പ്രവർത്തന രീതിയിൽ വന്ന മാറ്റങ്ങളോടുള്ള പ്രതിഷേധം കൂടിയായിരുന്നു. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാർട്ടിയുടെ സ്വാഭാവികമായ ജനാധിപത്യ സ്വഭാവത്തെ ബാധിച്ചു എന്ന വിമർശനം ഇന്ന് ഏറെ സജീവമാണ്. ഉറച്ച വോട്ട് ബാങ്കുകളിൽ പോലും വിള്ളൽ ഉണ്ടായത് പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും പാർട്ടിക്ക് പഴയതുപോലെ പിന്തുണ ലഭിക്കുന്നില്ല എന്നത് വരും കാലങ്ങളിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇനിയൊരു തിരിച്ചുവരവിന് പാർട്ടിക്ക് മുന്നിൽ കടുപ്പമേറിയ പാതയാണുള്ളത്. വെറും തിരുത്തലുകൾക്കപ്പുറം സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങാൻ ഇനി പാർട്ടിക്ക് സാധിക്കുകയുള്ളൂ. പുതിയ നേതൃത്വത്തെ കൊണ്ടുവരിക എന്നത് അണികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അത്യാവശ്യമായി മാറിയിരിക്കുന്നു. KN ബാലഗോപാലിനെ പോലുള്ള ഒരു നേതാവിനെ മുൻനിർത്തി ജനകീയ അടിത്തറ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിയിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കേഡർമാരുടെ ആവേശം വീണ്ടെടുക്കുന്നതിനോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട ജനവിശ്വാസം നേടിയെടുക്കുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് CPM-ന് മുന്നിലുള്ളത്. ഇതിനായി പാർട്ടി